നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അൽഹംദുലില്ലാ, അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, സമസ്തയുടെ 100ാമത് വാർഷികം നമുക്കറിയാം. സമസ്തയുടെ 100ാമത് വാർഷികത്തിന് വേണ്ടി കാസർഗോഡ് അൽഹംദുലില്ലാ ഒരുങ്ങിക്കഴിഞ്ഞ് ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ 100ാമത് വാർഷികം നടക്കുകയാ. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളതിലൊക്കെ പങ്കെടുക്കുവാനും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ആത്മാർത്ഥമായിട്ടുള്ള ദുആകളൊക്കെ അൽഹംദുലില്ലാ നടത്തുകയും നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കണം. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും സുന്നത്തിൻ്റെ അഹ്ലുകാരാണ്, നമ്മളൊക്കെ സുന്നികളാണ്. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന ഒരു അവസരമായി കാണുക. ലക്ഷക്കണക്കിന് സയ്യിദന്മാർ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ആ ഒരു മജ്ലിസ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് വന്നപ്പോൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ട റസാഖ് ഉസ്താദൊക്കെ എന്നെ വിളിച്ചു കൊണ്ടുപോയി. റഹ്മാനായ റബ്ബേ, എന്താ റബ്ബേ ഒരുക്കം! കർണാടകയിലും പുത്തൂരുമുള്ള SKSSFന്റെ പ്രവർത്തകരൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ആ മക്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉസ്താദെ, ആ 8ാം തീയതി അവസാനം പരിപാടി അവസാനിക്കുമ്പോൾ സയ്യിദുൽ ഉമ്മ, അല്ലാഹുവേ, മഹാനായ ജിഫ്രി തങ്ങളുടെ ഒരു ദുആ ഉണ്ടല്ലോ, അതിനകത്തൊരു ആമീൻ കിട്ടിയ രക്ഷപ്പെടുമല്ലോ സഹോദര. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും അൽഹംദുലില്ലാ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും കാണും, അവിടെ ഇവിടെയൊക്കെ എല്ലാവർക്കും അധികാരമോഹമാണോ, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വേണം, അതിനു വേണ്ടി കിടന്ന് ഒരുപാട് പേര് എന്തെല്ലാം കാണിക്കുന്നു, എന്തൊക്കെ പറയുന്നു. ഒരിക്കലും അധികാരമോഹം, അധികാരം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അധികാരം എന്ന് പറയുന്നത് അങ്ങനെ മോഹിക്കേണ്ട കാര്യമല്ല. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്, സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത്